ഹായ്. ഇപ്പം എഴുന്നേറ്റിട്ടുള്ളൂ കേട്ടോ. ഞാൻ പണിയുണ്ട്, പണിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. ഇവിടെ എല്ലാവരും പേര് ഉറക്കാം. അപ്പം ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി ഞാൻ കുടിക്കുക. ഇന്ന് ഇവിടെ അടുത്ത് തന്നെ, നാട്ടിൽ തന്നെ പണി. സാധാരണ വിട്ടാ പോകല്. ഇപ്പം ഇവിടെ അടുത്ത് തന്നെ ഒരു പണി കിട്ടീന്. അപ്പം അതെടുക്കാനുള്ള പരിപാടിയാണ്. വണ്ടിയാണെങ്കിൽ പണി കിട്ടി മക്കളെ. വണ്ടി പിന്നെയും വർക്ക്ഷോപ്പിൽ കയറി. ഷെഡിലാണ്. പെരുന്നാളിൻ്റെ പെരുന്നാളിൻ്റെ പിറ്റേന്നങ്ങാണ്ട് കംപ്ലൈൻ്റ് ആയതാ. പിന്നെ ഇറങ്ങിയില്ല. ഇന്നലെ കിട്ടും വിചാരിച്ചു, ഇന്നലെ കിട്ടിയില്ല. ഇനിയിപ്പോൾ നാളേക്ക് ചിലപ്പോൾ ഇന്ന് കിട്ടുമായിരിക്കും വിചാരിക്കുന്നു, ഉറപ്പില്ല. ഞാൻ പിന്നെ രാവിലെ ചായൻ്റെ കടിയൊന്നും ഉപയോഗിക്കില്ല. എനിക്ക് രാവിലെ ചായ മാത്രം കിട്ടിയാൽ മതി. കടിയൊന്നും വേണം നിർബന്ധമൊന്നുമില്ല. ചുമലും ഒക്കെ ഇവിടെ നല്ല സുഖമായിട്ട് ഉറങ്ങാം. ഇന്നലെ രാത്രി എഴുന്നേറ്റായിരുന്നു, റസ്കൊക്കെ ചോദിച്ചു. ഞാൻ എന്നാലേ പോകാനുള്ള പരിപാടി നോക്കട്ടെ. സാധനങ്ങളൊക്കെ നമ്മളുണ്ട്, അവിടെ ഇവിടെയും കിടക്കാം. നേരൊക്കെ വെളുത്തുണ്ട് കേട്ടോ. അപ്പുറത്ത് പണിക്കാരുണ്ട് തോന്നുന്നു. സാധാരണ വണ്ടി ഉണ്ടാകുമ്പോഴേ കയറി നിന്ന് അടിച്ചിട്ട് ഒറ്റ പോക്ക് പോയാൽ മതി. ഇതിപ്പോൾ അത് നടക്കണ പോലെയല്ല. അറിയുന്ന ആൾക്കാരാണല്ലോ പണിക്കാർ. ആൾക്കാരാണ് അങ്ങാടിയിലുള്ള ടീം. മതിൽ കൊടുക്കും അപ്പുറത്ത് താത്തൻ്റെ. പോകാൻ നോക്കട്ടെ. നേരെ ഇനി ഇവരിപ്പോൾ ഒന്നും എഴുന്നേക്കില്ല. ഇവരൊക്കെ എഴുന്നേക്കണേ കുറച്ച് നേരം പിടിക്കും. എവിടെ നിന്ന് പോയത് മക്കളെ? നല്ല പണി രാവിലെ തന്നെ. നടത്തരിന് കൂടിയിട്ടേ നിൽക്കാനും ഇരിക്കാനും കിടക്കാനും വയ്യ. ഞാൻ ഇങ്ങനെ അയ്യോ മോളെ മോളെ കളിച്ചിങ്ങനെ അതിൻ്റെ അമ്മേ വേദന ശ്വാസം ഇടാൻ വയ്യക്ക്. എന്നിട്ട് പിന്നെ ഞാനോടും പോയി ആശുപത്രിയിൽ. അത് ആ ഓട്ടോറിക്ഷയിലൊക്കെ ഇരുന്നിട്ട് ജീവൻ പോവുക. അത്രയും വയ്യാതായോ? തീരെ വയ്യക്ക്, ഇരിക്കാൻ തീരെ വയ്യക്ക്. ഞാനിജ് വിളിച്ചപ്പോളേ ആദ്യൊരു ആരോ ഒരാൾ ഞാൻ പറഞ്ഞു പപ്പേനെ വിളിച്ചുകൂടേക്ക് കിടക്ക എങ്ങനെയെങ്കിലും ഒന്ന് കിടക്കാൻ അതും വയ്ക്കണ്ടേക്ക്. ആദ്യേ ഒരു ബെല്ലടിച്ച്. അപ്പം ഞാൻ ഫോൺ എടുത്തില്ല. ഞാൻ വിചാരിച്ച് വേറെ ആരോ അടിക്കാൻ വിചാരിച്ചു. കാരണം ഞാൻ ലോങ് ആണ് ഫോണ്, ഞാനും വേറെ ഒരുപാട് ദൂരം മാറ്റുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ രണ്ടാമത് പിന്നെ അതിലങ്ങനെ സാധനം എടുക്കാൻ വേണ്ടി ആയിട്ട് വന്നപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ഒരു കോള് കണ്ടു. അതിലാണ് ഞാൻ നോക്കിയത്. ഡോക്ടർ ഫുള്ള് റെസ്റ്റ്. ഇന്നിപ്പോ വേദന കൂടി ചെന്നപ്പോ എന്നോട് ചോദിച്ച് പണി എടുത്തിന്ന് എന്തെങ്കിലും ചോദിച്ചില്ലായിരുന്നു. വേഗം ആക്കി തോന്നുന്നു എന്തെല്ലാം മെഷീനൊക്കെ അടിച്ചിട്ടാണെങ്കിൽ അതാണ് സംഗതി. എന്നോട് ചോദിച്ചേ ആ ചുമേന്റെ മരുന്ന് അവിടെ എഴുതിനല്ലോ, ചുമ മാറി വെച്ചിനോട് നിങ്ങൾ വാങ്ങിയിട്ടല്ല ആ മരുന്ന്. ഞാൻ ആറിനെയാണ് ചിരിപ്പിക്കലേക്ക് വേദന. ഞാൻ ആറിനെയാ. അല്ല പിന്നെന്താ അയാളോട് പറയാ. എന്നിട്ട് അച്ഛന്റെ ചോട്ടിലൊരു അണ്ണാറക്കണ്ണ നോക്കിയാണ്. എവിടെ? കട്ടിന്റെ ചോട്ടില്. മോളവിടെ തെരയുണ്ടല്ലോ. ഞങ്ങൾ ഇന്ന് വന്നപ്പോഴേ കൊച്ചു എന്താടാ ഞാൻ ഒച്ചുമോള് വന്നപ്പോഴേ കിട്ടിയോ നോക്കണം. അടിയില് അണ്ണാരക്കട്ടൻ. ഞങ്ങൾ വന്നപ്പോഴേ ആ ജലവാതിൽമേൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ജലവാതിൽമേൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോ അത് പോയിണ്ടാവും, ചാടി പോയിണ്ടാവും. ഇല്ല, അതിന് ഞാൻ വന്ന് എന്റെ ഒച്ച കിടപ്പോ താഴത്തേക്ക് ചാടി, കട്ടിന്റെ താഴത്തേക്ക് ചാടി, ഉള്ളിക്ക് ചാടി. എന്നിട്ട് നിങ്ങൾ എന്താ ജനല് തുറന്നിട്ടില്ല? ആ മെല്ലെ കട്ടില് കയറിയാണ്ട് ജലവാതിൽ തുറന്നിട്ട് പോയോ എനിക്കറിയില്ല. അത് ചെറുതാ വളർത്തിയാലോ കേട്ടിട്ടുണ്ട്. രാത്രി ചാടി അവൾ പേടിച്ച് പായിട്ടോളൂ. ശിവുട്ടാ വളർത്തട്ടാ. ഇതൊക്കെ ഇന്ന് ഫാഷനിൽ പോയിട്ട് എന്താ കണ്ടത്?
നോക്കൂ. ഇതൊക്കെ എന്ത് വാങ്ങിയതൊക്കെയാണ്? എന്താണ് അല്ല ഇതാരും വാങ്ങി തന്നാ എനിക്ക്? ആരും വാങ്ങി തന്നാ? ചേച്ചിയോ? അമ്മയെ വാങ്ങി തന്നേ? പിന്നെ വേറെന്താ വാങ്ങിയേ? അമ്മ ആ ചേച്ചി പപ്പേനോട് ചോട്ട് നോക്കാൻ അമ്മക്ക് നോക്കാൻ വയ്യ. നോക്കാം നമുക്ക് നോക്കാം. ബാഗ് ഫൈഡർമാൻ എന്തൊക്കെയോ പറയണ ഞാൻ കണ്ടിട്ടല്ല കേട്ടാ. ചാടി എന്താ നോക്കട്ടെ. അതൊക്കെ ഒന്ന് വാങ്ങിയത് വാങ്ങിയത്. ഓള് ചെറിയ കമ്മലട്ടുള്ളൂ. ഇതാക്കി ഒരു മൂക്കുത്തി കഴിഞ്ഞത് വന്നത് ചന്ദ്രക്കല. അത് ചുട്ടിട്ട് പോയേ. അച്ചോള് വേറെന്താ വാങ്ങിയേ? ഓക്ക് വെള്ളം കുപ്പി വാങ്ങി. വളാട്ടി എടുക്ക്. വള എന്താ മറന്ന് ഞങ്ങള്. ഓളിക്കണി ഒരു വളർത്തൊത്ത് ഒരു വെള്ളം പോലത്തെ വള വേണ്ടാർന്ന്. പിന്നെ ഇതിർത്തതായിരിക്കും. ഇത് രസമുണ്ടല്ലേ? കുഴപ്പമില്ല. ഇതൊന്നും രക്തരിച്ചിട്ടില്ല. ഇത് നേരെ അച്ചോ കിട്ടായി. ബാഗൊക്കെ വേണമല്ലോ. ബാഗൊക്കെ പന്ത് നിങ്ങളാ പന്ത് പിന്നെയും പൊട്ടിച്ചില്ലേ? ഞങ്ങള് വാങ്ങാൻ പറഞ്ഞിട്ട് നല്ല പന്ത് കുട്ടിക്ക് പന്ത്. എന്റെ പൈസ ഇല്ലാത്തോണ്ട് ഞാൻ വാങ്ങിയില്ല. കുട്ടീന്റെ പശ ഇല്ല. ആണ്ടകള് അമ്മേന്റെ പശ ഇല്ല. ഇങ്ങനെ സോപ്പ് പൊടിയിലിട്ടുണ്ട്. കുഞ്ഞാവ വെത്തീന്ന് പറഞ്ഞ് ഇതിനെ പിടിച്ചാ കിടക്കലിപ്പോ. ആരെ ഓട്ടച്ചടി ഞാൻ ചുട്ടിട്ട് വയ്യ. അതിന് മാറണെങ്കിലേ കുറച്ചു ദിവസം കുടിക്കും. 3 ദിവസത്തിന് മരുന്ന് എഴുതിയിട്ടുള്ളൂ. 3 ദിവസത്തിന് മരുന്ന് എഴുതിയിട്ടുള്ളൂ. പുറത്തേക്ക് ഇറങ്ങിട്ട് സുഖല്ലേ? കാറ്റില്ലേ? നല്ല കാറ്റ്. അച്ചോളെ മേലൊക്കെ കുളിപ്പിച്ചൊക്കെ തന്നതാ. മണ്ണിൽ കുറച്ച് വെള്ളം കൊടുത്താ കുടിക്കാന്. അച്ചോളം പിടിച്ചോ. അച്ചോളം പിടിച്ചോ. ഇല്ല പൊന്നെ അത് കാറ്റടിച്ചു വന്നതാ. ചേച്ചി തോണർന്നതാ അവനെ. ഇങ്ങോട്ട് പോയി അമ്മട്ട് പിടിക്കാം. അവനെടുത്ത് അതിന്റെ മുഖം നോക്കിയാടി. പേടിന്റെ അച്ചോക്ക്. പേടിയാവണി കുട്ടിക്ക്. അതിന്റെ മുഖം നോക്കിയാടി. നോണച്ചി നോണ അറിയാലേ? ഞാൻ ഒന്നും മേടിച്ചില്ലടി. ഞാൻ അങ്ങാടിയിൽ ഇനി പോണം. പോയിട്ട് ഞാൻ കുറച്ച് മരുന്ന് വാങ്ങി. 3 ദിവസത്തിന് വരുന്നതിന് എത്രയായി? 100 ഉണ്ടാവും. 220 ഇല്ലെങ്കിൽ 150. ബാക്കി പൈസ അടായി ഇടാൻ വേണ്ടിയാണ് ആ കളി കളിച്ചത്. എനിക്കറിയാം. ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തതാ. ആർക്ക്? പൈസ മറ്റേ പൈസ ഉണ്ട് വന്നിട്ട്. അപ്പൊ ഞാനാ ചെയ്തത്. വെള്ളം കുച്ചാ അച്ചോള് വെള്ളം കുച്ചാ. എടി പപ്പയ്ക്ക് കാട്ടിയടി കുഞ്ഞി കല്ലി പപ്പയ്ക്ക് കാട്ടിയ കുറച്ച്. അതാ കൊണ്ടിരുന്നോട് നോക്കട്ടെ. അത് കഴുത്തിൽ കെട്ടി തൂക്കിട്ടിക്കല്ലേ? അച്ചോളെ ഇത് കാലിയാണല്ലോ. നിങ്ങൾ അതിന്റെ കുപ്പിയിൽ വായിലിട്ട് ഇങ്ങോട്ട് കരയുന്നത്.
വായിലിട്ടാക്കണ്ട അമ്മ കുട്ടിക്കുമ്പോ തുടക്കട്ടെ അമ്മ ആർക്കും കൊടുക്കരുതിട്ട് മുന്നോ കുടിക്കാൻ വായിലിടാനൊക്കെ ചെയ്തിട്ടാര് ഈ അപ്പിയപ്പി ഉണ്ടാവും എല്ലാരും വായിലും ഇത് അമ്മന്റെ മുന്നിൻ്റെതല്ലേ അമ്മന്റെ മുല്ലിൻ്റെതാ അമ്മന്റെ മുല്ലി എവിടെ മുല്ലിയാണ് അമ്മയുടെ ഇടയ്ക്ക് അമ്മ ഇട്ടര കഴുത്തിൽ വരൂ കുട്ടി ഇട്ടു ആ മാമ അത് വാങ്ങിനോക്കേ കുപ്പിയേ ഓ കുട്ടീന്റെ കുപ്പിയാണ് തരൂല അപ്പൊ ചോദിച്ച എന്നോട് ഇപ്പൊ ഇനി അയ്യോ ആ വെള്ളം കാട്ടിയ കൂട്ടാ ഇത്തിരി വെള്ളം കുടിക്കട്ടെ അതൊന്ന് കുട്ടിക്ക് വേണ്ടടി കുറച്ച് വെള്ളം തന്നാ ഞാൻ തരാം മുട്ടായി വെള്ളം തരുമോ ഇരുട്ടായിട്ടോ മക്കളെ അച്ഛോ ഇരുട്ടായി അറിയാം മോന്തി ഇരുട്ടായി വെള്ളം കട്ടിയണേ നിനക്ക് ഞാൻ മുട്ടായി ഇന്നട്ടോ നമുക്ക് തരൂല ഊര് കൊടുത്താമോ ഊര് കൊടുക്കണോ അമ്മ ഊര് തരാം കൊണ്ടിരി അമ്മ വെള്ളം ഒഴിച്ചേരാ കുപ്പിയിൽ കൊണ്ട നോക്കേ വെള്ളം ഒഴിച്ചേരാ കുപ്പിയിൽ കൊണ്ടിരി അത് കരണ്ടാവും അത് കരണ്ടാവും അത് നിറച്ചു ആക്കണില്ല കുറച്ചാക്കണുള്ളൂ ഇത് ഇല്ലടിക്കാ കഴിഞ്ഞു ഇടിക്കാ ഇതിങ്ങനെ എപ്പോഴും അടച്ചേക്കണം കേട്ടോ പൊടിയാവും കേട്ടോ എന്നിട്ട് കുടിക്കുമ്പോ അങ്ങനെ തുറക്കണം കേട്ടോ ആ ഇങ്ങനത്തെ കുപ്പി തന്നെ മറ്റതില്ലേ പഴയ കുപ്പി ആ പഴയ കുപ്പി വലുതാണ് പക്ഷെ അതിന്റെ ഈ ഇത് കേടുന്നത് ഈ സാധനം ഉള്ളത്തെ ഇവിടെയൊക്കെ മാറ്റണ്ടായിന് പക്ഷെ നല്ല അതിന് നല്ല വെള്ളം കൊള്ളില്ലേ മോളെ വലിയൊരു കുപ്പിയാണത് പക്ഷെ അത് വേറൊന്നുണ്ട് അത് പെട്ടെന്ന് എന്ത് പറ്റിയറിയില്ല പൊട്ടിപ്പോയില്ലേ ഇത് സാധനം കേട്ടില്ല അതിന് ഇവിടെ ഇങ്ങനെ ഒരു കോട്ടിങ് ഉണ്ടല്ലോ ഒരു ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ പുറത്ത് അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഇതിന്റെ ഉള്ളില് വാഷർ പോലത്തെ സാധനം കണ്ടങ്ങള് അപ്പൊ ഇത് കൂടെ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നിട്ട് അതില് ഇതിപ്പോ ഞാൻ എന്തിനാ വാങ്ങി നിങ്ങൾക്കറിയാം ഈ രാത്രി മിഞ്ഞാന്നുണ്ട് രാത്രി ഞാനും രാവിലെ എണീച്ചപ്പോ ജഗ് ഉണ്ട് തലക്കേനേന്റെ അടുത്ത് കൊണ്ടുവച്ചീന് ആ ഞാൻ എഴുന്നേറ്റപ്പോ അത് കണ്ടു ഞാൻ വിചാരിച്ച അച്ചുമോള് കളിക്കാൻ എടുത്തതാവുകയാണെങ്കിൽ ജഗ്ഗിൽ കളിക്കാൻ കൊണ്ടുവച്ചായിരിക്കും ഞാൻ അപ്പൊ ഞാൻ ഈ രാത്രി എടുത്തൊക്കെ അയച്ചാണ്ട് ഇങ്ങനെ കിടക്കണോടത്തേ പോക്കുണ്ടായിരുന്നു ആ സ്വഭാവം അന്ന് നോക്ക് വേറെ കുപ്പിയെന്നു ഓളൊറ്റയ്ക്ക് കുടിച്ചോളന്നെ കടന്നോളും അല്ല അതൊരു കണക്കിന് നല്ല ആ സ്വഭാവം വെള്ളം കൂടി അതൊക്കെയാണെങ്കിൽ ഉറക്കുന്ന ഞാനൊക്കെയാണ് എഴുന്നേറ്റ് ആ എത്ര കാട്ടി നോക്കിയാ തേങ്ങു ഇത് 2 ഐസ്ക്രീം എങ്ങനെയാ ഒന്ന് നോക്ക് ഒന്നിക്കേ ഞാൻ വന്ന് വേഗം കുളിക്കും ആ ഞാൻ എന്നോട് പറയാൻ മറന്നടി ഇത് പോകുമ്പോ ഐസ്ക്രീമേ വാങ്ങിക്കൊണ്ടിട്ടോന്ന് പറയാന്ന് വിചാരിച്ചു ഞാൻ വാങ്ങി 2 റോക്ക് ഒന്നിക്കൊന്ന് വാങ്ങി ഞാൻ നിൽക്കാണ് ഐസ്ക്രീം ഒക്കെ കൊടുത്താണ് വേഗം ഗുളിക കുടിക്കട്ടെ ചെയ്യാൻ ഗുളിക്കൊക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയപ്പോക്കിണ്ട് ഓത് മുഴുവൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് വന്നിന് എന്നിട്ട് ഞാൻ കൊടുത്തു പിന്നെ മുല്ലിയെ എവിടെ അക്കീമ് പപ്പയ്ക്ക് മുല്ലിക്ക് ഫാൻസിയിൽ ഇങ്ങോട്ട് കേറിയിട്ടേ എന്തൊക്കെയാ വാങ്ങണ്ട വെച്ചല്ല ഇനി കൊണ്ടുപോകാൻ പറ്റൂല അണ്ണാനെവിടെ അണ്ണാൻകുട്ടി നമ്മുടെ കട്ടുമല് ഞാൻ കാട്ടി കൊടുത്തില്ല പിന്നെ അവള് നീച്ചൊല്ലക്ക് അതിനൊപ്പം മണ്ടാനാവില്ല അന്നക്കുട്ടി കാണാനില്ല ഓല് കൊറേ നേരമായി മമുക്കിന് കിന്നി പറഞ്ഞിട്ട് അതിന്റെ ബേക്കറി ഫുള്ള് ഓളാ തിന്നല് ഇപ്പൊ അങ്ങനെ തിന്നലില്ല ഇങ്ങനെ അടിക്കളെ മുട്ടിങ്ങനെ ഓളെ ട്രെൻഡ് ഒരു പാട്ട് അടി കുഞ്ഞാരിയ അന്നിവിടെ വെച്ചാലേ മുട്ടി ചിക്ക് വരുന്നുണ്ട് ചിക്ക് ചെരുപ്പിട്ടില്ലല്ലോ അവന്റെ പൊന്നി ഇന്നിപ്പോ ഇനിയിപ്പോ അത് തോളന്നു വരൂല ചിക്കുട്ട നോക്കിയാ എന്നറ്റപ്പം പറഞ്ഞേരേ ഇവിടെ ഇങ്ങനെ കഥ പറയുന്നതിന്റെ ഇടയിൽ കൂടെ അമുക്കുക ഫുള്ള് പൊടിയാടാ ഫുള്ള് ഇരുട്ടായടാ പെണ്ണേ ഇരുട്ടായി ഞാൻ അങ്ങാടി പോയിക്കോട്ടെ തിന്നാനെത്താ ഇതാ മലത്ത് വല്ല ചരക്കല്ലുണ്ട് വാരി തിന്നോളി പഴയുണ്ട് ഉമ്മ ഉണ്ടാക്കിയ പോരെ ഉമ്മ ഉണ്ടാക്കിയ ഒന്നിനും വയ്യാന്ന് ഉമ്മ ഉണ്ടാക്കിയ പറഞ്ഞ് എന്നാലും മതി ചായ അടിക്കണേ ഓ
ചെലവ് നോക്കി ഞങ്ങളോട് ഇങ്ങനെ ഇങ്ങനെ ആട്ടോട്ട് എന്നിട്ട് പിന്നെ ഉറക്കണം നമുക്ക് സ്പൈഡർമാൻ വാങ്ങാൻ പോവാ ഫൈറ്റർമേ വേണോ കിപ്പ് വാങ്ങിക്കോ ഊസ നിട്ടായി അന്നൊന്നും കാണില്ല അല്ലെങ്കിൽ ഇതൊക്കെ കറുത്തിട്ടേ നാത്തിക്കടിക്കും എത്തും കാണില്ല അന്നെ ഇതൊക്കെ ഇവിടെ ഒരു രാസാപ്പു സീബുട്ട നോക്കിയാ ഇവിടെ ഇരുന്ന് വീശാണ് മറ്റേതൊക്കെ കൊടുക്കുന്നേന് ചെറുതിന് കിട്ടല അല്ല സീബു ഇജാണ് കുട്ടി അച്ചോളാണ് കുട്ടി ഇപ്പൊ എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാം കുട്ടിയല്ലേ മോളെ മിഞ്ഞാന്ന് രണ്ട് ഓക്കെ ഞാനാ മറ്റേ ഇതുണ്ടല്ലോ ചെറുത് 5 ഉറുപ്പന്റെ അതൊക്കെ ഓള തിന്നത് അപ്പൊ ഞാൻ ചോദിച്ചോളോടെ അതിനങ്ങനെയല്ല ഓളെന്താ കാട്ടിയറിയോ ഇതിനടുത്ത് ഇങ്ങനെ ഇരിക്കൂട്ടോ ശരിക്കും അതിനൊന്ന് കൊടുക്കും അപ്പൊ ഓള് 2 തിന്നും ഞാൻ എന്നിട്ട് പറഞ്ഞേ ആ സാധനം എവിടെ സീവിട്ടാ ചോദിച്ചു അപ്പൊ എന്നോട് അറിയാം അത് കഴിഞ്ഞല്ലോ അച്ചോള് തിന്നല്ലോ അപ്പൊ ഞാൻ അന്തം വിട്ടതാണ് പപ്പ കൊണ്ടുവന്ന പച്ചമുളക് കാണാതെ അലമാര കൊണ്ടുവച്ചല്ലേ രാവിലെ തിന്നില്ലേ ഓളിപ്പോ വൈകുന്നേരം ഉറങ്ങി ഞങ്ങൾ ആശുപത്രി പോയ നേരം ഉറങ്ങി ചേരെ തിന്നത് ആ മറ്റേത് ജംസ് മുട്ടായും പിന്നെ വേറെ എന്തൊക്കെയല്ലേ എവിടെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വന്നപ്പോ അടുത്തൊരു കവർ ഉണ്ട് ഞാൻ ബാഗ് കൊണ്ടുവച്ചാലേ കാണിച്ചു തരാം തെളിവിന് പൊന്നാരെന്നെയാള് എന്ത് തീറ്റ ഞങ്ങള് തിന്നണേ ഞാൻ തിന്നില്ല കേട്ടോ എനിക്ക് എല്ലാം ഇഷ്ടം ചെറിയ ഇഷ്ടം ചില സാധനങ്ങള് ഈ അമ്മമാര് വെട്ടാണോ വെട്ടണ തീറ്റ അത് ഇത് പലഹാരത്തീറ്റ് കൊറേ കുറഞ്ഞിട്ടപ്പോ ഞാനും ഓള് ഒറ്റയ്ക്ക് നമ്മളോട് നല്ലോണം തിന്നുള്ളൂ എന്നുവെച്ചാ അപ്പൊ ആരും ഇല്ലല്ലോ അപ്പൊ ടി വി കണ്ട ഇങ്ങനെ ഇരുന്നേ അല്ല നിങ്ങൾ രണ്ടാളാകുമ്പോ നിങ്ങൾക്ക് രണ്ടാൾക്ക് തിന്നാലോ ഒറ്റയ്ക്ക് തന്നെ ഞാൻ അങ്ങനെ തിന്നില്ല അച്ചോല്ലേ കുഞ്ഞാരിയെ പല്ല് കെട്ടാൻ പോണ്ടേ ഇനിയിപ്പം ആര് പല്ലൊക്കെ ഇവിടെ നിന്ന് അടിച്ച് പൊയ്ക്കുക അതാ നടക്കുള്ളൂ അല്ല ഇനിയിപ്പൊ പല്ല് കെട്ടാനൊന്നും ഇപ്പൊ നേരല്ല എവിടുക്കാ സാറ് മറ്റേ താലപ്പൊലി ആയിട്ട് പോവുക അച്ചോല്ലേ മേടിച്ച് തിന്നോ കുഞ്ഞാ പിന്നെ ഇനി കാണൂല കുട്ടി ചേച്ചി വെട്ടി വിടുണ്ട് ഇവിടുത്തെ സകല സാധനത്തിന്റെയും ആര് സീരിയലിന്റെ കഥയാട്ടാ പറയണത് മരിച്ചില്ലാന്ന് ഞാനെന്ന് അല്ല കടന്നോ നോക്കിയാ എന്റെ മകളെ പരിപാടി ഏത് ഇന്ന് പൈസ ഇട്ടില്ല ചായക്കില്ലേ മുതലാളി പൈസ തന്നില്ല കൂലിട്ടില്ല അച്ചോല പൈസ ഉണ്ടാ പപ്പയ്ക്ക് പൈസ ഇട്ടാ അച്ചോല പൈസ ഇട്ടാ അച്ചോലെ അച്ചോല പൈസ ഇട്ടാ എങ്ങനെ പൈസ ഇല്ല അപ്പക്ക് എങ്ങനെ പൈസ കൊടുത്തോ പപ്പയ്ക്ക് മുട്ടായി വാങ്ങാൻ കൊടുക്കേ കാട്ടിയാ പൈസ കൊടുത്തു പപ്പയ്ക്ക് ആകെ കൂട്ടുന്ന ഇങ്ങനെ എടുത്തിരുന്നാണ് പച്ചോണെ ചേച്ചിക്ക് പൈസ കൊടുത്തോർക്ക് അമ്മയ്ക്ക് വേണ്ട പൈസ എന്നാ അമ്മ ടിപ്പു വാങ്ങട്ടെ പൈസ ഉണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് കൊടുത്താ പൈസ ഉണ്ട് അമ്മയ്ക്ക് ഇതല്ല പൈസ കൊണ്ട് അമ്മയ്ക്ക് പൈസ അത് അടുക്കണുണ്ടോ 2 പൈസ കൊടുക്ക് ഒന്നുകൂടി കൊണ്ട ആണോ എളുപ്പമായില്ലേ അങ്ങനെ പൈസ കിട്ടുകയാണെങ്കിൽ പണിക്കൊന്നും പോകണ്ട അച്ചോളോട് കുറച്ച് പൈസ അങ്ങോട്ട് ചോദിച്ചാൽ മതി അല്ലേ അച്ചോളെ ആരെ ടി വിന്റെ ഓളിയം കൂട്ടിട്ട് ഡൗൺ 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 അച്ചോളെ പ്രിയമുള്ളവര് നമ്മുടെ സുന്ദരി ഇവിടെ ഓക്കെ തിന്നു തീർക്കാനുള്ള ഓക്കയിലാണ് ഒരു ടൂർണമെന്റൊക്കെ ആണെങ്കിൽ ഷിബു ഫസ്റ്റ് ഷിബുവിനായിരിക്കും കേട്ടോ കാരണം എമ്മാര് എന്തൊക്കെ സാധനം ഞാൻ കൊണ്ടുവന്നത് ഈ 2 ദിവസം കൊണ്ട് ആ പഴയ വെള്ളക്കുപ്പിന്റെ വള്ളിയില്ല ഇതിങ്ങനത്തെ അതെവിടെ അത് ഇതിനിട്ട് കൊടുത്താൽ മതി എന്നാ പിന്നെ എങ്ങനെയെങ്കിൽ പോകുമ്പോ എടുക്കാം നല്ലത് അവര് വേ ചളിയോ ഏത് ഈ കയറേ അതൊരു ഐഡിയ ഇങ്ങനെ ചളിയാ കുതിക്കണേ എവിടെ പോകുമ്പോ ബോറാവൂത് ആ പഴയത് അല്ല അത് ശരിയാ ആ പഴയത് ഞാനിക്കൊന്ന് ഈ റൂമിൽ എവിടെയോ കണ്ടു കുപ്പി കുപ്പി ഉണ്ടായിട്ട് കാര്യണ്ടോ പോട്ടോ ആ വയറ് എവിടെ കൊണ്ടേ നിങ്ങള് വേസ്റ്റിൽ കൊടുത്തോന്നാള് വേസ്റ്റില് പോയിട്ടോ അതൊന്നും വേസ്റ്റിന് വേഗം ചളിയാവും ഇങ്ങനെ ഇട്ട് ഊരി വെച്ചതേന്ന് ഞാനത് പോക്കിട്ടണം നല്ല ഇട്ടതാണ് അത് വേറൊന്നുണ്ട് ആ ഈ റൂമിലേ അത് എന്റെ പൊട്ടത്തിയല്ല ആ ബെല്ല കുയിക്കുക കൊണ്ടാ പഠിത്തരാം ആ ഒറ്റയ്ക്ക് അതൊക്കെ ഒരു വട്ടം കണ്ടാ മതി എന്റെ പൈസ തിന്ന് തീർക്കാനായിട്ടില്ല പുത്രിയായിട്ടാ പഠിക്കണേ എന്ത് സാധനം കിട്ടിയാലും
എന്റെ ചോട്ടവാലക്ക് കിട്ടുന്നതിന് മുന്നേ ഇവള് തിന്നു അതുമല്ല മിഞ്ഞാന്ന് രാത്രിയില് 12 മണിക്കാരും പായസം ഉണ്ടാക്കി കുടിക്കുക. അപ്പൊ 11:30 ഞങ്ങളൊക്കെ ഉറങ്ങാൻ അതിനപ്പടി നീച്ചാണ്ട് സേമിയ പായസം ഉണ്ടാക്കി കുടിക്കുന്നു പ്രാന്തത്തി. അപ്പോക്ക് അത് വിളക്കലും കുത്തലൊക്കെ കേട്ട് ഇത് നീച്ചാണ്ട് പിന്നെ രണ്ടാളും കൂടി അല്ല ഇതിന്നോട് അച്ചോള് പറയുന്ന എന്താ അറിയോ, തൊട്ടിന് ചേച്ചി ഉണ്ടാക്കിണ്ട് മൂണ്ടാ കടന്ന അവിടെ അറിയാന്. ഞാന് ചൂടാറാൻ വെച്ച് ബാത്റൂം പോയപ്പോ പപ്പ ഗ്ലാസ്സിലെടുത്ത് കുടിക്കുന്നു. അല്ല ഞാൻ നോക്കുമ്പോ എന്താ പറയാ, ഏതായാലും വേസ്റ്റ് ആക്കി പോവല്ലേ, ഞാൻ നോക്കുമ്പോ കുറച്ച് തോന ഉണ്ടാക്കിണ്ട് ചെയ്യും. അപ്പൊ ഞാൻ വേസ്റ്റ് ആകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത് ഉണ്ടാക്കി. അതേപോലെ തേങ്ങ പൊരിക്കുക ഒറ്റക്ക് എന്തൊക്കെയോ ഉണ്ടാക്കി തിന്ന പണി. ഉണ്ടാക്കി എല്ലാവരും തിന്നും. ഞാൻ പായസം കുടിച്ചിനോ? അത് പായസം വേറെ നിങ്ങൾ ഉണ്ടാക്കി ഇപ്പൊ തിന്നാ അപ്പൊ ഉണ്ടാക്കുമ്പോ കുറ്റം പറയരുത്. ഉണ്ടാക്കുമ്പോ കുറ്റല്ല, ഈ വെളിച്ചെണ്ണി ഓയിലിനും ചെലവാണിത്. ഞമ്മരി ചെലവാന്ന് പറയാം. ഞാൻ നോക്കുമ്പോ ഇവളെ പരിപാടിക്ക് എന്താ പറയുക, ഇവള് കിഴങ്ങ് പൊരിക്കും. പക്ഷെ കിഴങ്ങ് പൊരിക്കാൻ ചോറ് അരിക്കുന്നല്ല ഏറ്റവും ചെലവ് വലിയ ഉള്ളിയും കിഴങ്ങും. മുട്ട റോസ്റ്റ് ഉണ്ടാക്കി തിന്നുക, എന്ന് സ്കൂൾക്ക് മുട്ട റോസ്റ്റ്, മുട്ട അല്ലെങ്കിൽ ഉള്ളി വാട്ടി കൊണ്ടുപോവുക. ഞാൻ പറയും കുട്ടികളെ വിചാരിക്കില്ല ഇവിടെ തന്നെ ഉള്ളൂ, അത് മാത്രമേ പറ്റുള്ളൂ. പിന്നെ കിഴങ്ങ് പൊരിക്കുക, എന്തൊക്കെയോ കാട്ടും. അതിനൊക്കെ നക്കുണ്ണി അതിനും കൂട്ടും. ഇതിന് പോയി ചേലായിന് അച്ചോള് എന്താ എന്തുണ്ണിയാ നക്കുണ്ണി അച്ചോള് പറഞ്ഞ പെൻസിലോ ഇപ്പൊ മുട്ടോടെ നക്കുണ്ണി പെൻസിലെത്തി. അന്റെ പെൻസിലും സ്ലേറ്റ് ഒക്കെ എവിടെ? ചേച്ചിമാർക്ക് കാട്ടി കൊടുക്ക്. ഷെയ്റ്റ് എവിടെ? ഷെയ്റ്റ് എവിടെ? എന്റെ പേനാണ് എടുത്തത്. നമ്മുടെ കാസാട്ട് അമ്മേ ഈ സ്ലേറ്റ് എത്ര കൊല്ലം പഴക്കണ്ടറിയ? അതൊരു 14. ഓള് നഴ്സറിയിലായിരുന്നു വാങ്ങിയ സ്ലേറ്റാണ്. ഇതിപ്പോ ഇങ്ങനെ അച്ചുമോൾ പൊട്ടിച്ചത് അങ്ങോട്ടേക്കാണ്. അവൾക്ക് ആകെ സ്ലേറ്റ് വാങ്ങിയിട്ടുള്ളത്. തരൂല. പെന്നോണ്ടല്ല പെൻസിലോണ്ടാണ് ഇത്. പെൻസിൽ പപ്പ മേടിച്ചോണ്ടേ പെന്നോണ്ടല്ലാന്ന്. അതിന് പെൻസിൽ എടുത്ത തലമാരിന് ഒരു കേടനട്ടോ ആകെ വാങ്ങിയ 4 കൊല്ലം 4ാം ക്ലാസ് വരെ കൊടുത്തു കൊണ്ടുപോയി സ്ലേറ്റ്. പിന്നെ എടുത്തത് ചാക്കി കെട്ടി ഇന്നാളെ വേസ്റ്റ് ഒക്കെ തട്ടിയപ്പോ സീനിയറാണ്. അല്ല ഓള് സാധനങ്ങളൊന്നും അങ്ങനെ കേടെടുത്തൂല കേട്ടോ. ഓള് സാധനം കേടെടുത്തില്ല. പക്ഷെ ഒരു 2 ചാക്ക് ബുക്ക് ഉണ്ട്. അത് കിട്ടിയപ്പോ എനിക്ക് പൈസ ഓള് ബുക്ക് തരൂല. എന്ത് കളി കളിച്ചാലും. LKG പഠിക്കുന്ന നേര് ആനക്ക് കളർ കൊടുക്കാണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഇപ്പോഴും എടുത്തുവെച്ചിരുന്നത്. എന്നിട്ട് ആനക്ക് പച്ച കളർ കൊടുത്തത് ഇപ്പോഴും രൂപ വെച്ചിട്ട് പറയും പച്ച കളർ ആന ഉണ്ടോ കയ്യിലുണ്ടോ? പച്ച കളറിലുള്ള ആന. ആനക്ക് പച്ച കളർ കൊടുത്തു. ആ നൂലും കത്രികൊക്കെ എടുക്കും. അതിന്റെ ഉള്ളിലേക്ക് പോയി നമ്മളെ സുന്ദരി ഇങ്ങോട്ട് പോയിന്. എന്റെ പച്ച ഇട്ട് പോന്നാല് കുഞ്ഞാനി ഇട്ട് പോന്നാല് ഇത് ഞങ്ങളെ സ്റ്റോക്കറോ. വാ 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 അതൊന്നും എടുക്കണ്ട കുഞ്ഞാരി ഇങ്ങോട്ട് പോര് കുട്ടി ഇങ്ങോട്ട് പോര്. ആ കസാര എടുത്തോ ചവിട്ടി പോയി. എന്നിട്ട് ഇങ്ങോട്ട് പോര് ബാ വാ വാ വാ. ആരവിടെ ലൈറ്റ് ഇട്ട് വെച്ചേ? ഫുള്ള് സാധനം ഇട്ട് അതിനുള്ളിൽ ഇല്ലാത്തൊരു മുതലില്ല. ഇങ്ങനെ ഇരുന്നാണ് ഇങ്ങനെ ചാരല പിടിച്ചോ കസാര പിടിച്ചോ, അല്ലെങ്കിൽ കുത്തി മറഞ്ഞ് കുട്ടി വീഴും. അമ്മോ കുറച്ചേരുള്ള ആവേശം എന്തെങ്കിലും കിട്ടിയാൽ കുറച്ചു നേരമുള്ള ആവേശം ഉണ്ടാവും. ആ കുപ്പിയല്ല ചെയ്തി വരയ്ക്കൂ നമുക്ക് വരയ്ക്കൂ. ഓ അമ്മയ്ക്ക് വയ്യ, കുട്ടി നോക്കൂ അമ്മേനെ എന്നൊക്കെ പറഞ്ഞേ. ഞാനിന്ന് രാവിലെ എനിക്ക് ചുതാറും കൂടി ഇടാൻ വായിക്കുന്നുണ്ട്. ഞാൻ അവളോട് മുളയ്ക്ക് ഇതൊന്നും ഇട്ടുണ്ടായിരുന്നു. ഞാനേ അമ്മേനെ കുട്ടി നോക്കും എന്നാണ് കയ്യൊക്കെ ഇങ്ങനെ പിടിക്കിട്ടില്ലേ. അതിന് നല്ല സ്നേഹം ഉണ്ടായിന്. പക്ഷെ ഇല്ലായൊന്നുമില്ലല്ലോ. കൂറുമ്പ് അങ്ങോട്ട് തുടങ്ങി. എൻ്റെ പൊന്നര മക്കളെ അടിയുടെ പെരുന്നാളായിരിക്കും ഇവിടെ.
എമ്മരി കുറുമ്പാന്നറിയോ? ആർക്കാ കുറുമ്പ്? കുമ്പത്തി അതെ കുമ്പത്തി. എന്താ ഇതെന്ന് അച്ചോള് പഠിക്കുക? ഒന്ന് രണ്ടേ ഇത് അച്ചോള് പഠിക്കുക? ആനേനെ വരയ്ക്കാണ് കുട്ടി. വച്ചോളൂ. ആ ചുമരുമലൊക്കെ നോക്കിയാണ്. ഇത് കാണുമ്പോ എനിക്ക് സങ്കടം. അകത്തത്തെ ചുമരിട്ട് നിങ്ങള് എന്തോ ഇട്ടിട്ടുണ്ട് അവിടെ. സന്തോഷം വന്നിട്ടാണത്. ആ അത് ശരിയാ. ഓരോ സാധനങ്ങൾ ഇട്ടേക്ക് അലമാരയില് ഒരു 10 മണി 11 മണി കഴിഞ്ഞാല് ഓൾക്ക് രണ്ടാക്കും അത് കുത്തി തുറക്കണ പണിയാ. ഞാൻ അവിടെ പോയി കിടക്കും. അല്ല അത് തുറക്കണമ്പോ അപ്പ ബേക്കിലാക്കി പലതും ഉണ്ട്. ഒക്കെ ഇപ്പൊ നാളെ ഞാൻ ആ പെട്ടിയില് ഡ്രസ്സുകൾ ഇതൊക്കെ ഇപ്പൊ ഇന്നലെ ഷാളോ എന്തൊക്കെയോ വരച്ചിട്ട് കൊടുത്തി ആ ചെറുതിന് കളിക്കാന്. അതില് കൊറേ സാധനം ഉണ്ട് ആവശ്യമില്ല. നമുക്ക് ആ അലമാര ഒന്ന് ക്ലീൻ ആക്കണം. അടിക്കാനുള്ള സാധനങ്ങളാണ്. എത്ര സാരി ഉണ്ടെന്ന് അറിയില്ലുള്ളില്. സാരി ഒക്കെ ഞാൻ ചുരിദാർ അടിച്ച് കഴിഞ്ഞിട്ട് 2 സാരി വരും. പൊന്നാരി അപ്പൊ ആ ചാക്ക് കെട്ട് പോലത്തെ ആ സഞ്ചിക്കകത്ത് പഴയ മോഡലല്ലേ? അതാണ് ഇപ്പത്തെ ട്രെൻഡ്. ചുരിദാർ അടിക്കാം. ആ പഴയ മോഡലിലാണ് ഇപ്പൊ ട്രെൻഡ് ഉള്ളത്. 2 സാരി മേടിക്കണം. സാരി ചുടുക്കല്ലല്ലോ പിന്നത്തിന്. പിന്നെ അച്ഛനോടെ കൊണ്ട് നടക്കാൻ വയ്യാത്തന്നെ ഒന്നാമത് നീളമില്ല. പിന്നെ തടി കൂടി ആകെ ഒരു വത്തക്കാണ്. നീളമില്ല കറുത്തിട്ടുമാണ്. ആയിക്കോട്ടെ എന്നാ ഞാൻ ഒരുങ്ങിയിറങ്ങിയ സുന്ദരി തന്നെയാണ്. അച്ഛോ വിളിച്ചോ? ഇന്നലെ അല്ല ഇന്നാളെ നമ്മള് ഫസ്റ്റ് വേദന ഉണ്ടായിട്ട് ആ ഹോസ്പിറ്റലിൽ പോയില്ലേ? അപ്പൊ വയസ്സ് പറഞ്ഞപ്പോ പിന്നെ ആ പെണ്ണെന്താ ചോദിച്ചത്? പേഷ്യന്റ് എവിടെയാണ്? എന്റെ വയസ്സ് കേട്ടിട്ടേ എന്റെ വയസ്സ് പറഞ്ഞേരാ. അപ്പൊ ആ പെണ്ണൊന്ന് പറഞ്ഞ ഷീട്ടൊക്കെ എഴുതിയൊക്കെ തന്നിട്ട് അപ്പൊ ഞാൻ വേദന സഹിച്ചിങ്ങനെ നിൽക്കുക എങ്ങനെയൊക്കെ. അപ്പൊ ആ പെണ്ണ് പേഷ്യന്റ് എവിടെയാണ് വയസ്സേ. അപ്പൊ എന്നെ കണ്ട അത്ര വയസ്സ് തോന്നൂല. അങ്ങനെ നിക്കണോ? ആ പുട്ട നിക്കും പോലെ നിക്കാണ്. ഡാൻസ് എങ്ങനെ നിന്നേ? ഓളെ ചെറുപ്പത്തിന്റെ ഫോട്ടോ ആ കുഞ്ഞാവ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. കുഞ്ഞാവ കുഞ്ഞാവ നമ്മള് ഊട്ടി പോയപ്പെടുത്താ. ഓള് ചെറുതാതൊക്കെയാണ്. ചെറുപ്പത്തിൽ സ്റ്റുഡിയോ എടുത്ത ഫോട്ടോ. ഇത് അരങ്ങേറ്റത്തിന് എടുത്ത ഫോട്ടോ ആയിരുന്നു. കണ്ടോടെ ഇത് നമ്മള് മൈസൂര് പോയപ്പെടുത്തതാ. ഓളെ വലിപ്പം നോക്കിയാണ് ഇതില് ചോട്ടാപ്പി. ഇപ്പൊ പോത്കാച്ചി ആയിക്കോളൂ. ഇടയ്ക്ക് ചാമുണ്ടി ആ പെണ്ണാണ് ആ കുട്ടിയാണ് ഈ കുട്ടി. ചെറുതാണായിരിക്കുന്നത്. ആ ചക്കമുട്ടി അതായിരിക്കുന്നത്. പൊന്നെ നോക്കിയാ ശിബുട്ടാജി അന്ന ഈ ഫോട്ടോ ഇടക്കി 2013 എടുത്ത ഫോട്ടോ. ആ അതിന്റെ സൈഡിൽ ഇതാ. ഇപ്പൊ 2026 പക്ഷെ നമ്മളെ വന്ന് പോന്നപ്പോ എടുത്ത ഓരോ ഫോട്ടോ ഒന്നും കയ്യിലില്ല. ഓലൊക്കെ പോയിണ്ടാവും. തൊപ്പി ഇവിടെ ഉണ്ടോ? തൊപ്പി ആ ഇവിടെ ഉണ്ടായിരുന്നു. ശരിയാ പപ്പന്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് ഓളന്നെ കേട്ടോ. അതൊക്കെ ഓളെ സ്റ്റുഡിയോന്ന് ഞങ്ങൾ എടുത്ത ഫോട്ടോ കണ്ടോ? പക്ഷെ അച്ഛനോളം ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. ആ അത് ശരിയാ പഴക്കണ്ടായിട്ടാണ്. നല്ല തണുപ്പത്തിനാ തലയില് മേച്ചിട്ടാന പച്ചാന. ഓള് വലുതാവുമ്പോ കാണിച്ചു കൊടുക്കാച്ചിട്ട് ചെവി വേറെ അന്നൊക്കെ എല്ലാം മാർക്ക് കിട്ടും. കരുമണ്ടെത്തിയ അന്ന് ചിത്രം വരയ്ക്കാൻ നല്ല ഉഷാറായിരുന്നു. ചിത്രപ്പുളം വരയ്ക്കും മടിയാ. ഉള്ള നേരം ഫോണിൽ ടിവിയും കാണും. അന്ന് 50 വരക്കാട്ടോ. ആമക്കെന്താ വെറൈറ്റി കളറാണല്ലോ ശിവേട്ടാ. ഇതെന്താ പറയാ ഇത് ടീച്ചർമാർക്ക് തന്നെ ഇത് കാണുമ്പോ ചെറിയ വന്നിട്ട് ഇത് മാർക്ക് കൊടുക്കാണോ സംശയമുണ്ട്. അല്ല അത് ഞാൻ കുറെ കാലം നഴ്സറി പോയില്ലോ. മറ്റേ ചേച്ചിക്ക് പകരം
എന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ പരീക്ഷ നടത്തുമ്പം ഈ ചിത്രമൊക്കെ കാണിച്ചത്തിൽ ഇങ്ങനെ ചോദിക്കല്ലോ ചെയ്യോരോട്. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ഇതിന്റെ പേരെന്താ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാ മാർക്ക് ഇടുക. എന്നിട്ട് ചെറിയ കുട്ടികൾ ചിലപ്പോ നിച്ചുണ്ടാവില്ല കുറച്ചിട്ട് ചിരി വരും കണ്ടാല്. ചില കുട്ടികളുണ്ടാവും കേട്ടോ. അപ്പൊ ചില കുട്ടികൾ നല്ല വിളവുള്ള കുട്ടികളെ ഇതിന്റെ ഒരു സാധനം ചോദിക്കുമ്പോ അപ്പുറത്തൊക്കെ തെരഞ്ഞു നോക്കും. അപ്പുറത്ത് എന്തിണ്ടെങ്കിൽ പേരുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പറയുന്ന കുട്ടികളുണ്ട്. നല്ല വളവത്തി കുട്ടികളുണ്ട്. രസാണ്. എത്ര കുട്ടികളുണ്ടെങ്കിലല്ലോ അത്രയും കുട്ടികളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചെടുക്കും. എല്ലാ കുട്ടികൾക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവൂലേ? ഭക്ഷണം ഉണ്ടാവൂലേ? ചില കുട്ടികൾ നല്ല കറി കൂട്ടും. ചില കുട്ടികൾ നല്ല കറി കൂട്ടും ചോറിന്. ചില കുട്ടികൾ കറി തന്നെ കൂട്ടില്ല. ചില കുട്ടികൾ ചോറ് എടുക്കുമ്പോക്കി കറിയും വേണ്ട അറിഞ്ഞാണ്ട് വീട്ടിൽ വാരി കൊടുത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമ്പളേ പിന്നെ ടീച്ചർ വാരി കൊടുക്കുകയൊക്കെ ചെയ്യും. നല്ല രസമാണ്. നല്ല പക്ഷെ വൈകുന്നേരം നോക്കി നമ്മളിവിടെ വേദനിക്കും. അംഗനവാടിയല്ലല്ലോ നോക്കാൻ പറ്റൂല. എന്തെങ്കിലും പുസ്തകം എഴുതാണ്ടല്ലേ വായിക്കാനൊക്കെ ഉണ്ടാവും വെച്ച് അല്ല വാക്കി എടുക്കാൻ നേരം ഉണ്ടാവില്ല. ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു എടുത്തില്ല. ഓളെ ഫോട്ടോ ഒക്കെ ഉണ്ട്. സത്യടാ അച്ചോടെ നീ കൊണ്ടുപോയിട്ട് എടുപ്പിച്ചണം. 2 ഫോട്ടോ എടുക്കണം അച്ചോടെ. ഏതാടാ? ആ അതിവിടെ ഉണ്ടായിരുന്നല്ലോ. ആടാ പച്ച ഷർട്ടല്ലേ? സത്യം. എല്ലാ ഷർട്ടും ഫോട്ടോനോട് ഇനി ഉണ്ടാവൂലേ കൊറേ ഫോട്ടോ അല്ലേ? അല്ല നീ ഊട്ടി പോയപ്പോഴത്തെ ഫോട്ടോ നമ്മള് ഫോട്ടോ 2 വയസ്സാണ് നോക്കാന്ന് ഈ ഫോട്ടോ എടുക്കുമ്പോ. 2 വയസ്സ്. 2 വയസ്സ്. 14 വയസ്സ്. ജൂൺ എന്നാ 15. നിൽക്കുന്നു എന്റെ പുത്രൻ. ഇതാണ് ചിത്ര ചേച്ചി വാങ്ങിച്ചു ചിത്ര. ഉടുപ്പൊക്കെ ഏത് ആ ഷർട്ടും അത്യാവശ്യം നിന്നു. അതെനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ആ ഷർട്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. പൂപ്പുട്ടന്റെ ഫോട്ടോ. പൂപ്പുട്ട എങ്ങനെ നിന്ന് എങ്ങനെ ഡാൻസിൽ നിന്ന് ആരോഗ്യം കയ്യൊക്കെയാണ് അങ്ങനെ ആട്ടോക്ക് എങ്ങനെ ചേച്ചി നിന്ന് ഫോട്ടത്തില് ആരോഗ്യം കണ്ടോ? അതാ നിക്കണ്. കുട്ടിക്ക് അറിയാം അതിന് ഡാൻസിന് പറഞ്ഞേക്കണം. അച്ഛനോട് ഡാൻസിന് പറഞ്ഞേക്കണം. പറഞ്ഞേക്കാം. ഇതാരാ? അരങ്ങേറ്റം കഴിഞ്ഞിട്ട് അത് പറഞ്ഞോക്ക് പറ്റൂല. പറഞ്ഞ പറ്റുന്ന പൈസ അന്നങ്ങൂല ഡാൻസിന് പോലെ. എന്നാണ് ആ മാഷ് നമ്മള് അന്ന് നോമ്പ് തുറല്ലേ നമുക്ക് അന്ന് ചെന്നിട്ട് ആ മാഷ് പറയണായിട്ടല്ലേ വന്നൂടെ നല്ല കുട്ടിയാണ് കുട്ടി ഒന്നായിട്ട് കാരണം താല്പര്യമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വന്നാ പഠിപ്പിക്കാൻ മാഷ് ചേച്ചിയാല്. പക്ഷെ ഇങ്ങക്ക് പോയാൽ ശരിയാണ് സുഖമായിട്ട്. അങ്ങനല്ല അങ്ങക്ക് ഒരു മണിക്കൂർ ഇങ്ങക്ക് വൈകുന്നേരം ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ ഓടിയാൽ മതി. ഓടില്ല ആള് മാഷ് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കുന്നത് പാട്ടാണ്. പക്ഷെ എനിക്ക് ദൈവം കഴിവൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾ സ്കൂളിലൊക്കെ കളിച്ചിരുന്നുണ്ടോ ക്ലബിന് അങ്ങനെയൊക്കെ ഡാൻസ് പാട്ടൊക്കെ ഞങ്ങള് പാട്ടല്ല ഡാൻസ് തിരകളൊക്കെ ഞങ്ങൾ കളിക്കുന്നുണ്ട്. ഇപ്പൊ കഴിയില്ല. ചെറിയൊരു വാസന വേണേ. അതൊക്കെ ഉണ്ട്. ഇങ്ങളെ വാസനയാണ്. എനിക്ക് രണ്ടും ഇല്ല. എനിക്ക് കുറച്ചൊക്കെ ഉണ്ട്. വാസന മീൻ വാസന കലാവാസന ഇല്ലാത്ത എനിക്ക് എങ്ങനെ ഉണ്ടാവുക? എനിക്കൊക്കെ അത്യാവശ്യം നല്ല ഇതുണ്ട്. ഞാനൊക്കെ 4ാം ക്ലാസ് പഠിക്കുമ്പോ കൊരങ്ങൻ അതിനറിയാം എനിക്ക്. അല്ല നാടകത്തിലൊരു കൊരങ്ങൻ വരുന്ന സീനുണ്ട് അതില്. ഞാൻ എന്നിട്ട് ഇത് രസം കേൾക്കും കാര്യമായിട്ട്. എന്നിട്ട് എന്റെ മേത്ത് ഫുള്ള് ചാക്കുനൂലില്ലേ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഷർട്ടിന്റെ മുകളിൽ ചാക്കുനൂല് ഫുള്ള് ഒട്ടിക്കുക. അങ്ങനെ ഇവന്മാര് ഈ പശ ഒട്ടിക്കുന്ന ഫെഫിക്കോൾ ഇട്ടിട്ടേ ഫെഫിക്കോളൊക്കെ കൂടി ഇത് ഇങ്ങനെ ഷർട്ടുമ്പോൾ തേച്ചിട്ട് ഇത് ഒട്ടിച്ച് സെറ്റാക്കി ഇങ്ങനെ വെക്കും. ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇത് നിലത്ത് വെച്ച് ഒട്ടിക്കുമ്പോൾ ബാക്ക് ഒട്ടിക്കാൻ കഴിയൂല. അപ്പോൾ ബാക്കിന്ന് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇട്ട് നിൽക്കാറുണ്ട്. അങ്ങനെ ഞാൻ കസാരയിൽ ഇരുന്ന് എൻ്റെ പുറത്ത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഒട്ടിക്കാണ്. ഒട്ടിച്ചപ്പോൾ ഒക്കെ നല്ല ആവേശമായിരുന്നു. മോമൂടിയൊക്കെ ഉണ്ടാക്കി അതിനൊക്കെ ഒട്ടിച്ച് ഫാൻറ് ഉണ്ടാക്കി അതിലൊക്കെ ഒട്ടിച്ച് പറിച്ച് ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞ് എനിക്കാകെ ചെറിയൊരു സീനേ ഉള്ളൂ.
ഒറ്റ ചാട്ട സ്റ്റേജുമൊക്കെ അതില് വേട്ടക്കാരൻ വെടിവെക്കുക തന്നെ. അങ്ങനെ ഞാൻ സ്റ്റേജിൽ വീണു, അത്രേ ഉള്ളൂ. ഒരു സീനുള്ളൂ. ആ ഒരു നാടകമാണ് സംഭവം. എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്, നാടകമാണ്. അതില് വെടിവെക്കണു, ഞാൻ വീണു സ്റ്റേജിൽ. അപ്പം തന്നെ വെടിവെച്ച് വീണു. പിന്നെ അത് ആ സീൻ കഴിഞ്ഞ് ഞാൻ അവിടെ എഴുന്നേറ്റ് പോവാണ്. അന്ന് കറക്റ്റ് ഇടുന്ന പരിപാടിയൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മയിൽ. ആ സീൻ കഴിഞ്ഞ് ഞാൻ പോയപ്പോൾ അന്നേരം തന്നെ പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഈ ഷർട്ടൊക്കെ ഇട്ട് ആ ഒട്ടിച്ച ടൈമിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇത് പിന്നെ പറക്കാൻ നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. എല്ലാവരും പല വൈക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പര. അതിൽ ഞാൻ പറഞ്ഞടാ, ഇതൊന്ന് ഊരി തന്ന ഷർട്ട് മേലെ ഒട്ടിയിട്ട് പാശ കയറി ഒട്ടി. കാരണം എപ്പോഴോ ഇത് ഒട്ടിക്കൽ തുടങ്ങിയാണ്. ഇത് ചെറിയ ചെറിയ നൂലാക്കിയിട്ട് ഇങ്ങനെ കഷ്ണമാക്കി ഇങ്ങനെ ഒട്ടിക്കല്ലേ. ഒരു രാത്രിയിലായിരുന്നു നാടകം, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ മേലൊക്കെ ഫുള്ള് വേദന. ഇതിങ്ങനെ പറച്ചെടുക്കല്ലേ ഫെഫിക്കോളം നേരത്തെ ഈ കാറ്റൊക്കെ കൊണ്ട് ഉണങ്ങിയിട്ട് സാധനം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജ് പ്രോഗ്രാം. സംഭവം രസമാണ്. അന്നത്തെ പരിപാടികളും ഇന്നത്തെ പരിപാടികളും എത്ര വ്യത്യാസമുണ്ട്. അതുണ്ട്, ഡ്രസ് വരെ മാറിയില്ല അന്നത്തെ ഇന്നത്തേക്ക്. തീർച്ചയായിട്ടും. ഇക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊക്കെ 8ൽ പഠിക്കുന്ന ഒരു ഡാൻസ് ഇപ്പൊക്കെ ഓർക്കുമ്പോ ചിരിയല്ല. വലിച്ചു കൊണ്ടുവന്ന് ഈ ചുരിദാറൊക്കെയാണ്. ഇതാണ് നമ്മളാ ഊട്ടി പോയപ്പെട്ട ചുരിദാറൊക്കെ ഒരു കേടില്ല. ഇങ്ങോട്ട് നോക്കി ആ ഫോട്ടോത്തിൽ കണ്ടില്ലെങ്കിലിപ്പോ എത്ര കൊല്ലം പഴക്കണ്ട് നോക്കി. ഓള് പതക്കണ്ട് ഇങ്ങോട്ട് കൊടുത്താ പിന്നെ കല്യാണ സാരി ആയിട്ടുണ്ടെങ്കിൽ ഞാന്. പക്ഷെ എല്ലാരും കല്യാണ സാരി ഉടുക്കൂലല്ലോ. പക്ഷെ ഞാൻ ഇത് കല്യാണത്തിനൊക്കെ ഒടുത്തന്നെ മുതലാക്കി. അപ്പൊ പിന്നെ ബ്ലൗസ് ഒന്നും കൊള്ളാത്തോണ്ട് ഉടുക്കലില്ല. നല്ല അടിപൊളി സാരി, വില കുറഞ്ഞ സാരി കഴിഞ്ഞ് ഇന്നെ പറ്റിച്ചതാ കല്യാണത്തിനേ. അതിന്റെ മുന്താണിയൊക്കെ കാട്ടി കൊടുത്തു. ഈ ഫോട്ടോത്തിലുള്ള കേട്ടോ. ചുരിദാറാണത്. അവിടെ ഇത് ഫോട്ടോ വെളിച്ചായിട്ട് കാണുന്നില്ല. ചുരിദാറാണത്. അത് ശരിയാ. ഇതേപോലെ എന്റെ മറ്റേ സൽക്കാര സാരി ഉണ്ടാവില്ലേ അണിയില്. കല്യാണ സാരി ആരെങ്കിലും വെട്ടുവോ നോക്കട്ടെ. ഇതൊന്നും ഒന്ന് വെയിലത്തിട്ട് എടുത്തൊക്കെയായിരുന്നു കേട്ടോ. അത് കൊറേ കാലം വെച്ചിട്ട് ഡയമണ്ടിന്റെ സാരിയാ വെച്ച് അംബാനി പോലും മേടിച്ചില്ലേ. മുട്ടായി വരുമ്പോ വാങ്ങിയൊക്കെയാവും. വില കുറഞ്ഞ സാരി നോക്കിട്ട് അതിന്റെ കല്ലിട്ട് നോക്കി. ഇപ്പോഴും അതിന്റെ ഒക്കെ തിളക്കം നോക്കിയപ്പോ മോള് അത് പിന്നെ തിളക്കം കൂടുതൽ നമ്മൾ കൊണ്ടിടക്കണോടത്താണ് ഡ്രസ്സിന്റെ കേടില്ലാതൊക്കെ. നമ്മുടെ കല്യാണം മാറിക്കൂ, തിളക്കം നോക്കൂ. 10-15 കൊല്ലായി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട്. എന്താ മിന്നലൊക്കെ പോയി എന്താ അതിന്റെ കല്ലൊക്കെ സ്റ്റോണൊക്കെ മിന്നലൊക്കെ. ഏത് ഇത് എടുത്താണ് ഫോട്ടോ എടുത്തോളി. വാർഷികത്തിന് ഇതിന് എടുത്തങ്ങൾ ഒരു ഫോട്ടോ എടുത്തു. അതിനൊക്കെ ഇതുണ്ടോ? ബ്ലൗസ് ഞാൻ ഏതെങ്കിലും ഒപ്പിക്കും. ഏതെങ്കിലും ബ്ലൗസ് ഒപ്പിക്കും ഇതിന് ഞാൻ. അങ്ങനെയാണെ പറ്റും. പഴയ ഒരു കാപ്പി ബ്ലൗസിന്റെ ഇവിടെ ആടുണ്ട്. അത് ഈ ഒരു കൈ മാത്രമല്ലേ കാണുള്ളൂ, ഇവിടെ ഒന്നും കാണൂലല്ലോ. അപ്പൊ പറ്റും. ഇതാണ് ഞങ്ങളെ ബാഗ് കേട്ടോ. അങ്ങനത്തെ ഇഷ്ടം പോലെ കേട്ടോ. ഇതിലാണ് ഞങ്ങള് ഫുൾ സാധനം മടക്കി വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോ എന്താ വെച്ചാല് സാധനം സേഫ്റ്റി ആയിട്ടിരിക്കും. അമ്മന്റെ സാരികളാണ് ഇതൊക്കെ നോക്കളെ. ഇത് കുറച്ചൊന്നുമല്ല. ഒരു ദിവസം ഞങ്ങൾ കാട്ടി തരുന്നുണ്ട് സാരി. സാരി കണ്ടാൽ നിങ്ങള് സാരികള്, ഡ്രസ്സുകള്, കമ്മലുകളൊക്കെ വീഡിയോയിൽ കാണിച്ചു. അത് സൽക്കാര സാരി. ഇതിന്റെ ഒപ്പമുള്ളതൊക്കെ നിറച്ച് കുമ്പളം കേണി എന്റെ ഒരു ഗഡിലേക്ക് മുന്താണി അടിപൊളിയാണെങ്കിൽ ഞാനിവിടെ മോളേക്ക് അടിച്ചു പറഞ്ഞേ. ഇതൊക്കെ ഞാൻ സീരിയലില് കണ്ടിന്. നല്ല രസാ. മുന്താണി നോക്കി എന്തോ രസാ. ഈ സാരിക്ക് ഞാൻ എത്ര ഉടുത്തിനില്ലേന്ന്. പക്ഷെ ആദ്യം ഞാൻ സാരി തന്നെ ഉടുത്തിന്ന് കേട്ടോ. ആദ്യം സാരി അത് ആ പച്ച സാരിയിലാണിയില്. ആ പച്ച സാരി ആ മറ്റേ പട്ടുസാരി മറ്റൊരു സാരി കസവ് ഇത് ഇങ്ങനെ സേവ്. അതല്ല അന്ന വയറ്റിലുള്ള സമയത്ത് വാങ്ങിയ സാരി. ആ പച്ചമണി ഇവിടെ ഇങ്ങനെ വെള്ള പോലത്തെ ഇതിങ്ങനെ വരുന്ന മറ്റേ കവറിലാണ്. അതൊന്നല്ല, മറ്റേ പെട്ടിയിലാവും. അത് വേറെ പെട്ടിയിലേക്ക് മക്കിയച്ചാളി കുട്ടി മടക്കിയച്ചാളി മതി. കുട്ടിയെ മടക്കിയച്ചാള.
ഇതിന്റെ കഴിച്ചിൽ എന്തെങ്കിലൊക്കെ ആയിട്ട് വിക്രസിന്റെ ഉസ്താദാണ് എന്റെ കുട്ടി. എന്തെങ്കിലൊക്കെ ട്രിക്കായിട്ടേ എന്റെ കുട്ടി ഉണ്ടാക്കും. അച്ഛമോൾക്ക് ആദ്യമായിട്ട് ഉടുപ്പെടുത്തിച്ചിരുന്നു, പക്ഷെ അതിൽ എന്നാൾ തട്ടിയിട്ട് പോയി. ആര് അച്ഛമോളെ ആദ്യം ഡോക്ടർ തന്നെ, പിന്നെ ഡോക്ടർ പോയിട്ട് വന്നാ ടർക്കില്ലേ, അതുകൊണ്ട് നമ്മുടെ ഈ ആശുപത്രിയിൽ കുട്ടികൾക്ക് പേരിങ്ങനെ എഴുതിയാൽ ഇവിടെ സാധനം ഒട്ടിക്കില്ല. അമ്മമാരെ പേര് അച്ഛന്മാരെ പേരൊക്കെ എഴുതിയാണ്ട് അത് ഓളത് ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഓളെ ആശുപത്രിന്ന് ഓളെ ചെറിയ കുട്ടിയെ വന്നപ്പോ ചേച്ചി കാണാൻ വന്നപ്പോ വാങ്ങി ടർക്കിയിട്ടത് ഇല്ലെങ്കിൽ എത്ര കൊല്ലായി കിടക്കും. ഇതൊക്കെ ഞാൻ ഇപ്പോഴും എടുത്തുവെച്ചിന്. അതേപോലെ ഓളത് ആശുപത്രിയിലത്തെ ബില്ല് സ്കാനിങ് ഒക്കെ പെട്ടിയിലുണ്ട് ഇപ്പോഴും. നമ്മള് കാണിക്കാൻ പോകുമ്പോ OP ടിക്കറ്റ് എടുക്കൂലേ, OP ഷീറ്റ്, അത് വരെ ഉണ്ട്. എന്റെ കുട്ടിയൊക്കെ ആകെ ചെക്ക പോക്കെ ഓളെ നമ്മള് കാണിക്കാൻ പോകുമ്പോ ഷീറ്റ് എടുക്കൂലേ, നമ്പർ ഇങ്ങനെ, അത് വരെ ഇപ്പോഴും ഉണ്ട് എന്റെ അടുത്ത്. അറിയില്ല മോളെ എടുത്തേക്ക്, മോളെ ഇങ്ങോട്ട് നോക്കിയാ പണിയുമ്പോ പണി ഉണ്ടാക്കിയാ കുഞ്ഞുമണി എടുത്തുക്കടാ. കാരണം എന്താ പറയാ ഇത് കുഞ്ഞല് കാണാനെനിക്ക് നാളെ പോയപ്പോ വാങ്ങിയതായിരുന്നു. ഇതിങ്ങനെ തിരിയിട്ടോ. ഇവിടെ നിക്കല്ലോ. ഇവിടെ നിക്കല് അത് പഠിപ്പിച്ചെടുത്തില്ലേ, അത് പക്ഷെ കുറച്ചൊരു ഭയങ്കര രസമുണ്ട്. ഇങ്ങനെ ഇങ്ങനെ കറങ്ങുത്. ഈ സാരി രസമല്ലേ? സാരി ഏത് നമുക്ക് ഇത് എടുത്താണ്ട് ഒരു ഫോട്ടോഷൂട്ട് നമുക്ക് എടുക്കണം. വാർഷികത്തിന് കേക്ക്. ഓ നമ്മളെ ഫോണില് സ്വന്തമായിട്ട് നമ്മള് ഫോട്ടോ എടുക്കണം. ഓ നിങ്ങള് ഇതുവരെയൊക്കെ ഒരു കേക്ക് വാങ്ങി തന്നിട്ടില്ല. ആര് നിങ്ങള് മറ്റേ മോഹൻലാല് മറ്റേ ഇതിന് പറയും അല്ലെ, ഇന്നസെന്റ് അല്ലേ, എന്റെ സ്വന്തം കാറിൽ ഞാൻ വരുന്ന പോലെ ഞാൻ സ്വന്തം കേക്ക് വാങ്ങി ഞാൻ തന്നെ കൊടുത്തു. എന്താണ് എന്ത് ഇത് ഞാനേ ആദ്യമൊക്കെ ഒന്ന് ഇടയ്ക്ക് വെയിലത്തിട്ട് ഇട്ടേക്കലുണ്ടായിരുന്നു. ഞാനേ എന്റെ സാരി ഫുള്ള് ഞാനൊരു ദിവസം ഇങ്ങനെ മഴക്കാലം കഴിഞ്ഞാൽ വെയിലത്തിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി വെക്കാച്ച ഇങ്ങനെ തോരട്ടിന്ന് ഞാനേ താനൊന്നായി പോയപ്പോ സാരിയാണോ എവിടെ കുറഞ്ഞ വല്ലതും സാരി നോക്കിക്കറിയില്ലല്ലോ. കൂടുതൽ സാരി ഞാൻ സാരി ഇപ്പൊ ഫുള്ള് ചുരിദാറായി. നമുക്ക് നടക്കാൻ കഴിയില്ല. ഒന്നാമത് വയറ് കൂടി തടി കൂടി അങ്ങനെയൊക്കെ പ്രശ്നം വന്നു. നല്ല പക്ഷെ തീറ്റ കൂടി അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടം സാരി ഉടുക്കാനട്ടോ. ഇഷ്ട സാരി ഉടുക്കാം, അത് വേറൊരു രസാ. സാരി ചുരിദാറൊക്കെ എപ്പോഴും നമുക്ക് ഇതാണ്. സാരി പറഞ്ഞാൽ നമുക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോ മുല്ലപ്പൂ സാരി ഒക്കെ അടിപൊളിയാണ്. അതൊരു പ്രത്യേക വൈബാ. ഇനി നമുക്ക് 2-3 കല്യാണം വരുന്നുണ്ട്. എനിക്കൊരു സാരി വാങ്ങണം. കല്യാണം വരുന്നുണ്ട്. ഇതല്ലൊരു കളറാലേക്ക്, പക്ഷെ ഇത് നിറച്ചതാണല്ലേ, ഇത് നിറച്ചിനി സാരി. പക്ഷെ അറിയാൻ കഴിയില്ല. അതതിന്റെ ആ ക്വാളിറ്റി ഏതോ ഒരു കല്യാണത്തിന് ഉടുത്താണ്ട് കഴിച്ചതാ. ഇത് പറ്റൊരു നിറച്ച പോലെ തോന്നി. ഞാനേ നല്ല ക്വാളിറ്റി ഉള്ള സാധനം എനിക്ക് വാങ്ങിത്തന്നത്, അല്ലാതെ ആപ്പ ഊപ്പ ലോക്കലൊന്നല്ല എനിക്ക് വാങ്ങിച്ചത്. ഞാൻ കൊണ്ടിടക്കുന്നോണ്ടാണ് ഇങ്ങനെ. ഞാൻ എന്റെ പുതിയ ഡ്രസ്സൊക്കെ കുളിസോപ്പിട്ട് വെയിലത്തിടാതെ കുളിസോപ്പ് തീരുട്ടോ നോക്കട്ടെ. ആ ചുരിദാർ നല്ല ഡ്രസ്സല്ലേ എനിക്ക്, അടിപൊളിയാട്ടോ. മോള് ഇട്ടോ അമ്മ വേറൊരു ഉടുപ്പുണ്ടായി. അത് ഞാൻ ചെറിയ 1-ാം ക്ലാസ് ആകുമ്പോ റോസാപ്പൂന്റെ അന്നുകൊണ്ട് ഞാൻ ഏതാണത് ആ റോസാപ്പൂല്ലേ ഡ്രസ്സിലൊന്നും ഒരു ലോക്ക് പാകോണ്ടരുണ്ട്. പൊക്കന്റെ എന്റെ ഒരുപാട് ഡ്രസ്സ് ഓടിണ്ടരുണ്ട്. ഒരു കേടൂല, ഷിക്ക് കൊള്ളൂല. ഇത് നല്ല തീറ്റല്ലേ. എന്റെ കുട്ടിയൊക്കെ തലയിലൊക്കെ കൈ വെക്കുന്നുണ്ട്, ഓസ് പിടിന്നൊക്കെ പറയുന്നുണ്ട്. ചെറിയ കുട്ടികളെ കണ്ടാമ്മേന്റെ അടുത്ത്. ശരിയാ ശരിയാ. പക്ഷെ അത് മോഡല് പോയിന് പണിയെ. ഇതെന്താ അറിയോ, ഇത് കൊറേ കാലം ഞാൻ ഇട്ടേരെ പിന്നെ ഇവിടെ കൊള്ളൂലേ നോക്കിട്ടോ. എന്നിട്ട് ഞാനിത് പണിയാട്ടി നിങ്ങളൊരു കറുപ്പ് പാന്റില്ലേന്നവിടെ അത് തുന്നയിച്ചാണ്ട് ഈ കുപ്പായം മാത്രം ഞാൻ ഉണ്ടാക്കിയാണ്ട് ഈ ഫ്ലവർ ഇവിടെ വെച്ചുകൊടുത്തത്. അതുണ്ടോ, ഇത് അടിച്ചതാ പുതിയത്. ഇതിനൊപ്പളേക്ക് കൊള്ളൂലേന്നു. അത് ശരി അത് ശരി. അങ്ങനെ എന്തോ വിക്രസോണി നമ്മൾ എടുത്തില്ലേ. ഇറക്കൊക്കെ കുറച്ച് ഞാനൊക്കെ കാട്ടല്ല, അതൊന്ന് മുതലാവട്ടെ, നമുക്ക് വാങ്ങിയത് മുതലാ. അമ്മേ ഏതാടാ ആ സാരി ഇഷ്ടക്ക് മോളെ. ഓ ഞാൻ ഇരിക്കട്ടെ, എനിക്ക് വേദന കൂടുന്നുണ്ടായിട്ടോ. സിദ്ധാറ് അതൊരടവുകാരൻ ഇങ്ങനെ വന്നിട്ട് മറ്റേ ഇയാളല്ലേ ഒരടവുകാരൻ.
മോനെന്റെ ഇത് ഇട്ടേക്ക് മോളെ സാരി ഇല്ല. അവിടെ മിന്നിക്കാൻ കൊണ്ടുവച്ച് ആ സാധനേ മിന്നി കത്തുന്നൊക്കെ ഇതിന്റെ ഭംഗി ശരിക്കും ഇവിടെ വരുമ്പോഴേ കാണുള്ളൂ. ഓക്കെ നല്ല രസം അത് കാണാൻ. പിന്നെയും വേണ്ട നമുക്ക് കണ്ടത്. അതിന്റെ ഭംഗി ഉണ്ടോ എന്താ രസം. നമുക്ക് വയ്യട്ടോ നിന്നിട്ടേ. അതായത് അല്ല എന്നോട് റെസ്റ്റാൻ പറഞ്ഞു. ഇതൊക്കെ കാണുമ്പോ റെസ്റ്റ് ഒക്കെ മറക്കുകയാണ്. ഞങ്ങള് പണിയൊന്നും എടുക്കണ്ട. പക്ഷെ അങ്ങനെയല്ല പണ്ടത്തെ ഓർമ്മകള്. സാരി ചേച്ചിക്കൊണ്ടിട്ടാ പണി എന്റെ കൂട്ടിയൊക്കെ മക്കളെ. അമ്മേ അതിന് ഭാരടിപ്പിക്കല് മോളെ. മോനെ പണി എടുക്കാൻ പറഞ്ഞാൽ എന്റെ കുട്ടി. കുട്ടിക്ക് ഇങ്ങനത്തെ കാണുന്ന ആവേശാണ്. അലമാരട് തുറന്ന പച്ചോണീ അറിയും കുട്ടി. കുട്ടിക്ക് ഇത് വലിച്ചിടാണ്. പണി എടുക്കാൻ എന്റെ മകളെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. നല്ല കുട്ടിയായിട്ട് സുന്ദരി കുട്ടിയാണ്. ഇത് വേണു കുട്ടിക്ക്. മമ്മ മടക്കട്ടെ. ഇത് വേണു അവന്റെ പൊന്നിക്ക്. ഇത് എടുത്താൽ നമുക്ക് ഫോട്ടോ എടുക്കണം എല്ലാവർക്കും. സാരി എടുത്തുണ്ട്. എന്തൊരു ഇഷ്ടാന്നറിയോ. എങ്ങനെ എന്തെങ്കിലും പണിയൊക്കെ പറഞ്ഞാല് ഭയങ്കര ഇഷ്ടായിന്. സത്യം ഒരുപാട് ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇത് അലമാര കാട്ടിയങ്ങൾ ഞെട്ടും. അതുകൊണ്ട് ഞാൻ കാട്ടില്ല. ആ അതൊക്കെ എന്റെ ഉടുപ്പാണ് മോള്. അതൊക്കെ 2 കൊല്ലം കഴിഞ്ഞ അച്ചോക്കിടാ. 2 കൊല്ലം കഴിഞ്ഞ മോളെ കളിക്കാൻ ഉടുപ്പ് ഊരൽ തുടങ്ങിയവിടെ. ഇത് വേറെ ഉടുപ്പ്. ഇതൊക്കെ ഓളോ ഉടുപ്പുകളുടെ ആറിട്ടുണ്ടാവും അങ്ങനെ കേടാതെ സൂക്ഷിക്കുന്നത്. അതെത്തി അടിച്ചല്ലേ മോളെ. നമ്മ മറ്റേ കാക്കടിച്ച ഇതൊന്നും എനിക്ക് കൊള്ളൂലല്ലോ. നമുക്ക് കൊള്ളൂല. നല്ല രസല്ലേ ഇത്. നല്ല രസമുള്ള ഉടുപ്പ്. അച്ചോള അത്ര 2 കൊല്ലം കഴിഞ്ഞ അച്ചോക്കിടാ. ആ നോക്കിയാ അച്ചോളായിട്ടുണ്ട്. ഇതിന്റെ ഒപ്പം മറ്റോലിക്ക് അടിച്ചത് നമ്മൾ ഡ്രസ് കോഡ് ഒക്കെ അടിച്ചതാണല്ലോ. ആ ശരിയാ. നമ്മളെന്താ പരിപാടിക്ക് പൊടി പോലും ഇല്ല. എന്നോട് ഇപ്പൊക്കെ നാളെ കണ്ടപ്പോ പറഞ്ഞേ എങ്ങനെ വെച്ചത് ഇങ്ങനെ സൂക്ഷിക്കണോ വെച്ചിനോട്. സൂക്ഷിക്കാറില്ല. വാഷ് ചെയ്ത് നല്ല നീറ്റാക്കി ഡ്രസ്സിന്റെ ഇത് വരുന്നത്. ആ അതൊക്കെ ഉണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. ഡ്രസ്സ് വാഷ് ചെയ്ത് നല്ല നീറ്റാക്കി വെച്ചാല് ഡ്രസ് റെഡി. ഞാൻ ആ പ്രസവ ടൈമില് നിങ്ങൾ അലക്കൽ തുടങ്ങിയാണ് ഫുള്ള്. എന്റെ ഷർട്ട് ഫുള്ള് പോയി. എങ്ങനെ എന്റെ മോനെ കുപ്പായം ഊരല് തുടങ്ങി. ഇവിടെ കുപ്പായം ഊരല് തുടങ്ങി. അത് അമ്മ പൊന്നിക്ക് പറ്റൂല. വലിയ ഉടുപ്പല്ലേ. വലിയ കുട്ടിയാവുമ്പല്ലേ. ആ എന്നാ എടുത്തോണ്ട് ഞാൻ വിട്ടരാ. ഉടുപ്പെടുത്തിട്ട് ഇട്ടരാ. കുട്ടിക്ക് എന്തെങ്കിലും കണ്ടാ ഇല്ലെങ്കിൽ പിന്നെ ഒരു സ്വൈര്യ കുറവാ. അതിന് ഉറക്കുണ്ടാവില്ല. ഇതിനിങ്ങോട്ട് പൊരിച്ചിലാണ്. ഇന്ന് ഞാൻ ഇതിങ്ങോട്ട് ഇട്ടപ്പോ ഫസ്റ്റ് മൊബൈൽ കണ്ടിങ്ങനെ ഇരിക്കുന്നു. ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നെ വന്നപ്പോക്ക് ഞാൻ പൗഡർ ഇങ്ങനെ ഇട്ടുക. കുട്ടിക്ക് കുപ്പായി ഊര്. അവർക്ക് ചിരിക്കാനും വയ്യാന്ന്. അപ്പൊക്കെ വേദന സഹിച്ച് ഞാനേ. ഇത് കൊള്ളൂല പൊന്നെ. അമ്മ പൊന്നിക്ക് കൊള്ളൂല. ആ നല്ല ഉടുപ്പ് ഇപ്പം ചളിയിൽ ഇതാക്കാന്. ആശുപത്രി അതൊന്നും വേണ്ട. കാരണം അതൊക്കെ ഇട്ടാലേ പുതിയ ഉടുപ്പാണൊക്കെ. ഇതിൽ തന്നെ വേറെ ഒന്നും ഉണ്ട്. ഇതിന്റെ ഉടുപ്പ് അങ്ങനെ എടുത്തൊക്കെ ഇട്ടോ. ഇത് പറ്റൂല. ഇതൊക്കെ കാരണം എന്താ വെച്ചാൽ അച്ചോളേ ഇതൊക്കെ ചെറുതാണ്. എന്താ അറിയോ അച്ചോള ഉടുപ്പ് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. ഇനി അച്ചോള് പൊന്താണ് പൊന്ത. നോക്കട്ടെ സിബൊക്കെ എന്നിട്ട് സിബ് കേടുന്നിട്ട് അമ്മൂട്ടിക്ക് കൊള്ളൂല പൊന്നുവാവേ. ഇത് ഇങ്ങനെയല്ലല്ലോ കൈയിട. ഈ സാധനത്തിലുള്ള ഉള്ളിൽ കൂടെ ഇടൊക്കെയാണ്. ഇനി എവിടെ പോകുമ്പോ ഇട്ടോണ്ടിട്ടാ. ഇത് പറ്റൂല. ഇറക്കല്ല സിബൊക്കെ കേടുന്നതിന്റെ. ആണോ ചെറിയ കുട്ടിയായി. ചെറിയ കുട്ടിയപ്പോ വാങ്ങിയത് ഇതല്ലേ. അത് പറ്റൂല. അത് നമുക്ക് ആർക്കും കൊടുക്കാം. എന്ത് രസം സിൻഡ്രല്ലേന്റെ ഓളോരോ അത് രസല്ല. അത് ഇതിട്ടോ അതാ കൊള്ളാൻ കുട്ടിക്ക് കൊള്ളുക. മോളെ ഞാനതൊക്കെ മടക്കി. ഇത് പുതിയത്. വിഷുവിനില്ലേ വിഷുവിന് ഇണ്ണി ഗൾഫിന്ന് വന്നപ്പോ ഓന അളവൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പാവം എന്നാലും അവനെ കണ്ടുപിടിച്ച് ഒക്കെ സെറ്റാക്കി അവൻ കൊണ്ടുവന്നിട്ടോ. നമ്മളെ കാണാനായിട്ട് പോകണം. കണ്ടിട്ടില്ലേന്നല്ലോ. അച്ചോളെ കണ്ടിട്ടില്ലായിരുന്നു. വന്ന് അച്ചോളായിട്ട് ഭയങ്കര കമ്പനി ആയിട്ടോ. കാലെടുത്തൊക്കെ ഇറക്കം കുറയുണ്ടോക്കി. ഇത് ഇറക്കം കുറഞ്ഞീന് ഉടുപ്പേ. എനിക്ക് പക്ഷേ ഇങ്ങനത്തെ ഉടുപ്പ് ഇഷ്ടല്ല. ഇതെന്താ പറയുക ചുട്ടിട്ട് വെക്കില്ല. ഞാൻ അധികം കോട്ടന്റെ ഡ്രസ്സാണ്. കോട്ടൺ നല്ല സുഖം. ഓരോരുത്തർ കൊണ്ടുവരുന്നതാണ്. ഞാൻ അധികം കോട്ടൺ ഡ്രസ്സാണ്. ഏറ്റവും സുഖം ഡ്രസ്സില് കോട്ടണാ.
മറ്റെന്താ പറയാ ചുട്ടാ പിന്നെ നമുക്ക് കോട്ടൺ ആകുമ്പോ എന്താ അറിയോ കുട്ടികളെ എടുക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമാണ്. അതുണ്ട്. പിന്നെ അതുമല്ല കോട്ടൺ ആണെങ്കിൽ എന്താ പറയുക ഒരു കുറെ കേട് നമുക്ക് തുടക്കത്തിന് ഉപയോഗിക്കാം. ഇത് എന്തിനാ പറ്റുക? അതല്ല ഈ കുട്ടീനെ അടുത്ത് ഇപ്പൊ നമ്മൾ ലോങ് യാത്ര പോയാച്ചോ ഇങ്ങനത്തെ ഈ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാല് കുട്ടികളെ എടുത്ത് നടക്കുന്ന ആൾക്ക് വരെ ചൂടാവും. കാരണം നമ്മള് ഇനിയിപ്പോ എവിടെയെങ്കിലും എന്തെങ്കിലും കാരണവശാൽ പോകുമ്പോ ഞാനത് അനുഭവസ്ഥനാണ്. കാരണം എനിക്ക് പിന്നെ മനസ്സിലായി ഇനി നമുക്ക് എവിടെ ഇനി അമ്പലത്തിലൊക്കെ പോവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അച്ഛനോക്ക് ഫുള്ള് ടീഷർട്ട് വാങ്ങിയാൽ ഏത് ട്രൗസറും ടീഷർട്ടും സിമ്പിള് പരിപാടിയൊക്കെയായി. മറ്റെന്താ വെച്ചാൽ എടുത്ത് നടക്കാൻ കഴിയൂലേ കുട്ടീനെ. പിടിച്ചു കൊയങ്ങി സന്തോഷത്ത് വെക്കി മുടി അത് വെട്ടിക്കുന്ന മോഡലാക്കിയാണ്ട് അങ്ങനെയല്ല മുന്നേ അങ്ങനെ എയർബെൻഡ് വെക്കുക ഇങ്ങോട്ടമ്മ വെച്ചാലോട് വരും. ഇതൊക്കെ എയർബെൻഡ് എത്ര ഉണ്ട് വാങ്ങി വെച്ചത് അവിടെ കിടക്കുന്ന അലമാരയിൽ അവിടെ കിടക്കുന്നുണ്ട്. എവിടേക്കും പോകുമ്പോ വെക്കൂല കുട്ടി. നോക്കട്ടെ സുന്ദരിയായ നോക്കട്ടെ പാപ്പ. നാളെ ബീനമ്മ കൊണ്ടുവന്ന ക്ലിപ്പ് ഉണ്ട്, കണ്ണമാമ വാങ്ങിയ എയർബാൻഡ് ഉണ്ട്. എത്ര എയർബാൻഡ് ഉണ്ടായാലും ഇന്ന് ഫാൻസിന്നേ അച്ഛൻ ഊരൂല ഇനിയിപ്പൊ കുടുങ്ങി മക്കളെ. ഊരൂല ഇനിയിപ്പോഴൊന്നും ഊരൂല. ഇനിയിപ്പൊ അതുകൊണ്ടേ അത് കിട്ടണമെങ്കിൽ ഇനിയിപ്പോ ശുക്രം വരേണ്ടി വരും. ശുക്രം വരേണ്ടി വരും ഇനി ഊരൂല. ഇനി ശുക്രം വന്നാല് അതിനെ പഠിപ്പിക്കാൻ നോക്കൂ. അമ്മ പോവാ സ്പൈഡർമാന്റെ ഇത് വാങ്ങാൻ പോവാ. ഓളെ കൊണ്ടോണ്ട, ഓള് ഉടുപ്പൂരില്ല. പോരി പോവാ നമ്മള് രണ്ടാളും. എവിടെ വിളിച്ചിക്കണ നിക്കണോക്കിയാ ഇരുട്ടത്ത് പോയി. കുട്ടി മാലാക ഇവിടെ വാ, മാലാക ഇവിടെ വാ. ഞാൻ അതിനൊക്കെയാണ് മറ്റേ തുണിയുടെ ഒരു പട്ടുപാവടയൊക്കെ അടിക്കുന്ന വിഷുവിനേക്ക് വെച്ചതാ. അപ്പൊക്കെല്ലാം വന്നി. അതായത് നല്ലൊരു തുണി ആ പട്ടുപാവടേന്റെ രസം ഉണ്ടാവും അടിച്ചാല്. നല്ല ലുക്കായിരിക്കും. നല്ല രസം തുണി. കഴിഞ്ഞ പ്രാവശ്യം പട്ടുപാടയൊക്കെ വാങ്ങിന്ന് വിഷുവിന്. ഇപ്രാവശ്യം എന്താ വാങ്ങി നമ്മള്? എന്ത് അച്ഛനക്ക് പട്ടുപാട വാങ്ങില്ല കഴിഞ്ഞ പ്രാവശ്യം വിഷുവിന്. ചുരിദാറൊന്നും വേണ്ട, മാക്സി അല്ലേ വിഷുവിനേക്ക് നോക്കട്ടെ എങ്ങനെ പണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉഷാറാക്കാം. അതിന് കണ്ണാടിയിൽ കാട്ടിയ നോക്കട്ടെ. മാലാക കുട്ടിയാ പപ്പന്റെ മാലാക കുട്ടി. ഇതൊരു ഇഷ്ടാന്ന് പറയാ വെച്ചിങ്ങനെ നടക്കണേ. ഭയങ്കര താല്പര്യം കേട്ടോ. ഭയങ്കര ഇഷ്ടം. നോക്കട്ടെ ഇതൊരു രണ്ട് തുന്തരിമാരുണ്ടല്ലോ. നോക്കട്ടെ അമ്മേ ഭയങ്കര ഇഷ്ടാന്നറിയോ. ഞാൻ പോയാലോ ഭക്ഷിക്കാനോ? അതിന് ഉണ്ണിയപ്പം അമ്മമാര് അടിച്ചിട്ടില്ല. അടിച്ചിട്ടില്ല ആ ചേച്ചി കൊണ്ടുവന്നില്ല. സത്യം അതിന് ഉണ്ണിയപ്പം കിട്ടാതല്ല ആ ചേച്ചി എന്തറിയോ ആ ചട്ടി ഉണ്ണിയപ്പ ചട്ടി ഉണ്ട് ഫോണ് ചെറിയ മറ്റേ ടച്ച് ഫോണില്ലേ നന്നാക്കി കൊടുക്കണം. അല്ലേ അതിന്റെ ഫോട്ടോ പോയ ഫോണിലെ ഫോട്ടോ ഒക്കെ ഉള്ളത്. നിങ്ങളാ ഫോണ് പോയില്ലേ അതിലാണ് ഓളെ ഫോട്ടോ എത്രേ അതിലുള്ളത് അറിയുമോ? കട്ട് കൊണ്ടേയില്ലേ പറഞ്ഞിട്ട് എന്ത് കാര്യം. പണിസ്ഥലത്തുനിന്ന് പൊക്കി അപ്പന്റെ ഫോൺ പോയി പണിസ്ഥലത്തുനിന്ന് അടിച്ചോണ്ട് പോയതല്ലേ. എവിടെ നിലത്ത് ഞാൻ എന്നാ പോയിട്ടേ ചായക്ക് പാലൊക്കെ വാങ്ങി തന്നാലോ. ഞാൻ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കട്ടെ. ഞാൻ കിടക്കട്ടെ കുറച്ച് അപ്പൊ എനിക്ക് തീരെ വയ്യ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ വരാം അല്ലേ? എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം. ടാറ്റ. ഞങ്ങൾ ഡ്രസ്സിന്റെ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോസ് കാണിച്ചു തരും കേട്ടോ, കമ്മലുകളൊക്കെ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ടാറ്റ. ടാറ്റ കൊടുക്കാൻ വേണ്ടി ടാറ്റ കൊടുക്കി. ടാറ്റ. ലൈക്ക് ചെയ്യണം പറയും. ലൈക്ക് അടിക്കണം. ലൈക്ക് അടിക്കണം പറയൂ. ഇങ്ങനെ ലൈക്ക് അടിക്കണം പറയൂ. ഇങ്ങനെ അലാവി ഇങ്ങനെ കാട്ടി കൊടുക്കുക. അലാവി കാട്ടി കൊടുക്കുക. ഇങ്ങനെ ഇങ്ങനെ അതങ്ങനെ ഇങ്ങനെ കാട്ടി കൊടുക്കുക. ഇങ്ങനെ എടുക്കുക. അലാവി പറ ഇങ്ങനെ. അതാ അലാവി
അതൊക്കെ ഓള് പഠിപ്പിച്ചെടുക്കുന്ന അതായില്ലേ. ടാറ്റ കൊടുക്ക്, ബായ് പറ. ഇനി ഉമ്മ കൊടുക്ക്. ഇങ്ങനെ ഉമ്മ കൊടുക്ക. അങ്ങനെ എങ്ങനെ ഉമ്മ കൊടുക്ക്. ഇങ്ങനെ എടുക്ക്, ഇങ്ങനെ ഉമ്മ കൊടുക്ക്. നീ പിന്നെ വരാ പറ. ഓക്കെ പറ. ബൈ, സീ യു. ഓക്കെ ബൈ, സീ യു.